ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസിൻ്റെ സമാധാനവും സന്ദേശവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. പ്രിയമുള്ളവരെ, എസെക്കിയേലിൻ്റെ പുസ്തകം 34 അധ്യായം 16 വാക്യം ഇപ്രകാരമാണ് പറയുക: നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും, കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും, നീതിപൂർവം ഞാൻ അവയെ പോറ്റും. പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ദൈവം പ്രവാചകങ്ങളിലൂടെ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ ഇന്ന് പ്രാവർത്തികമായി നമ്മൾ വീണ്ടും ഓർക്കുകയാണ്. നമ്മൾക്ക് നഷ്ടപ്പെട്ടത് എന്നതാണ്. പറുദീസായിൽ പാപം ചെയ്ത മനുഷ്യൻ പറുദീസായുടെ സൗഭാഗ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടവനായി തീർന്നു. അവന് സമാധാനമുണ്ടായിരുന്നു, അവന് സന്തോഷമുണ്ടായിരുന്നു, അവന് സ്നേഹമുണ്ടായിരുന്നു, അവനിൽ കരുണയുണ്ടായിരുന്നു, അവനിൽ ഒത്തിരിയേറെ നന്മകളുണ്ടായിരുന്നു. പക്ഷേ പാപം ചെയ്തപ്പോൾ അവനിൽ നിന്നും അതെല്ലാം നഷ്ടപ്പെടുകയാണ്. സ്വർഗത്തിൻ്റെ സൗഭാഗ്യം അവന് നഷ്ടപ്പെട്ടപ്പോൾ അവനെ സ്നേഹിക്കുന്ന ഒരു ദൈവം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവനെ തിരിച്ച് ആ പറുദീസായിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആ ദൈവത്തിൻ്റെ തന്നെ സ്നേഹത്തിൻ്റെ ഉത്തരവാദിത്തമായി മാറുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 16 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുക: തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ബലഹീനമായ മർത്യ രൂപമെടുക്കാൻ അവനെ സൃഷ്ടിച്ചവൻ, സൃഷ്ടാവായവൻ സൃഷ്ടിയുടെ രൂപത്തിലേക്ക് ഇറങ്ങി വരാൻ കാരണമായി തീർന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കഴിഞ്ഞ 25 ദിവസങ്ങളായി ക്രിസ്തുമസിനായി ഒരുങ്ങുകയായിരുന്നു. ഈശോയുടെ ജനനത്തിനായിട്ട് ഏറ്റവും അടുത്ത് ഒരുങ്ങുകയായിരുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിലും സ്വർഗം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. സ്വർഗം നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാൻ മാത്രം കാതു തുറന്നാണോ നമ്മൾ ജീവിക്കുന്നത് എന്നതാണ് ഒരു ചോദ്യം. നമ്മുടെ ഈ അടുത്ത പ്രദേശത്ത് തന്നെ തലശ്ശേരി അതിരൂപതയിലെ മേരിഗിരി ഫൊറോനയിൽ എരുവാട്ടി എന്ന് പറയുന്ന സ്ഥലത്ത്, ദൈവകരുണയുടെ മാതാവിൻ്റെ പൂന്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ ജോർജ് ഷോബി എന്ന് പറയുന്ന ബാലനിലൂടെ കഴിഞ്ഞ 2-3 വർഷങ്ങളായി നൽകിയ സന്ദേശങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി. പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം നമ്മുടെ അതിരൂപതയുടെ അധ്യക്ഷനായ അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാൻ പിതാവിൻ്റെ അവതാരികയോടുകൂടി ഇറങ്ങുകയുണ്ട്. ആ പുസ്തകത്തിൻ്റെ 23ാമത്തെ സന്ദേശത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുക: എൻ്റെ മക്കളെ, സമാധാനം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. എൻ്റെ പുത്രൻ്റെ ജനനത്തിന് നിങ്ങൾ ആത്മീയമായി ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ആത്മാവിനോട് തന്നെ ചോദിക്കുവിൻ. നക്ഷത്രങ്ങൾ തൂക്കി പുൽക്കൂടുകൾ നിർമ്മിച്ചൊരുങ്ങുമ്പോൾ എന്തേ നിങ്ങളുടെ ഹൃദയത്തിൽ അവനു വേണ്ടി ഒരു പുൽക്കൂട് നിർമ്മിക്കാത്തത്? പ്രസവ വേദന കൊണ്ട് ഞാൻ നിലവിളിക്കുമ്പോൾ എന്തേ നിങ്ങൾ വാതിൽ തുറന്നു തരാത്തത്? നിങ്ങളുടെ യൗസേപിതാവ് ആകുലതയോടെ വാതിലിൽ മുട്ടുമ്പോൾ നിങ്ങൾ എന്തേ വാതിൽ തുറക്കാത്തത്? മക്കളെ, അമ്മയ്ക്ക് സഹിക്കാൻ വയ്യ. എൻ്റെ രൂപങ്ങളിലും ചിത്രങ്ങളിലും രക്തമൊഴുകുന്നതും കണ്ണുനീരൊഴുകുന്നതും നിങ്ങളുടെ പാപങ്ങൾ കണ്ടിട്ടാണ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവിൻ, ഇത് ഒരിക്കലും മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഇത് പരിശുദ്ധ അമ്മ നമ്മുടെ ഈ നാട്ടിൽ വെളിപ്പെടുത്തിയ സന്ദേശമാണ്. ഈ ക്രിസ്മസിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ 20/12/2021 പരിശുദ്ധ അമ്മ കൊടുത്ത ഈ സന്ദേശം നമ്മുടെ മുൻപിൽ ഇന്നും ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. നമ്മളിൽ എത്ര പേർ ഈശോയുടെ ജനനത്തിനായി ഹൃദയത്തെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. വീണ്ടും ഈ ബാലനിലൂടെ തന്നെ ഈശോ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു സന്ദേശത്തിന്റെ സംഗ്രഹം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. അവിടെ ഇപ്രകാരമാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്: എത്രമാത്രം നമ്മൾ ഹൃദയത്തിൽ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശോ ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നാം അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ
നമ്മുടെ ഹൃദയത്തിൽ അമ്മയായി സ്വീകരിക്കണമെന്നാണ് ആ സന്ദേശത്തിൽ നമ്മുടെ ഈശോ തന്നെ നമ്മളോട് പറഞ്ഞു വച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്നിട്ട് ഈശോ വീണ്ടും പറഞ്ഞു വെക്കുകയാണ്, പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായി നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് ഈശോയെ സ്നേഹിക്കാനും കഴിയണം. ഈശോയെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഈശോ ആരാണെന്ന് അറിയണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഈശോയെ നമുക്കറിയാൻ കഴിയുന്ന രണ്ട് പ്രധാനപ്പെട്ട വഴികളാണ്. ഒന്ന് പരിശുദ്ധ ജപമാലയും, രണ്ട് പരിശുദ്ധ കുർബാനയും. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്കും നിങ്ങൾക്കും ഈശോ ആരാണ്? പുൽക്കൂട്ടിൽ പിറന്ന ഈശോ എനിക്കും നിങ്ങൾക്കും ആരാണ് എന്ന് ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. എനിക്ക് ഈശോയെ അറിയാമോ? സത്യത്തിൽ ഈശോ ആരാണ് എന്നോട് ഈശോയെ പറ്റി പറഞ്ഞു തന്നത്? നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചിലർക്ക് ഈശോയെ പറ്റിയുള്ള അറിവ് കിട്ടിയത് അവരുടെ മാതാപിതാക്കളിൽ നിന്നാണ്, ചിലർക്ക് നമ്മുടെയൊക്കെ വേദപാഠന ക്ലാസ്സുകളിൽ നിന്നാണ്, ചിലർക്ക് മറ്റു പല സോഴ്സുകളിൽ നിന്നാണ് നമ്മുടെ ഈശോയെ പറ്റിയുള്ള അറിവ് ലഭിച്ചത്. പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ ഈ അറിവുകളൊക്കെ പൂർണ്ണമാണോ? നമുക്ക് ഈ അറിവുകൾ തന്നവർക്ക് ഈശോയെ സത്യത്തിൽ പൂർണ്ണമായിട്ടും അറിയാമോ? പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈശോ പറഞ്ഞ ഈ മെസ്സേജിന്റെ ആഴം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഈശോ പറഞ്ഞേക്കാണ്, നിങ്ങൾ ഈശോയെ അറിയണമെങ്കിൽ, ഈശോയെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം എൻ്റെ അമ്മയെ നിങ്ങളുടെ ഹൃദയത്തിൽ അമ്മയായി സ്വീകരിക്കണം. എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത്? മറ്റൊന്നുകൊണ്ടുമല്ല പ്രിയമുള്ളവരെ, ഈശോ മിശിഹായുടെ ജനനം മുതൽ അവന്റെ ഉത്ഥാനം വരെ കൂടെ നടന്ന ഏക മനുഷ്യ വ്യക്തി പരിശുദ്ധ അമ്മയാണ്. ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ഈശോ മിശിഹായെ ഏറ്റവും അടുത്ത് ഇതിൽ കൂടുതൽ അറിയാവുന്ന വേറെ ഒരു വ്യക്തി ഇല്ല എന്ന് സത്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ സത്യം മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ട് പരിശുദ്ധ ജപമാല ചൊല്ലിയാൽ ഈശോയെ പറ്റി അറിയാൻ പറ്റുമെന്ന് ഈശോ പറയാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ ജനനം മുതൽ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖ സന്ദേശവുമായി വരുന്നത് മുതൽ, പിന്നീട് അങ്ങനെ ഈശോയുടെ ജനനവും ഈശോയുടെ പീഡാസഹനവും മരണവും ഉത്ഥാനവും കഴിഞ്ഞ് അവസാനം ഒരു മനുഷ്യ വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധ അമ്മ നേടിയെടുക്കുന്നതും, അതായത് അവൾ സ്വർഗത്തിൽ എല്ലാ ലോകങ്ങളുടെയും രാജ്ഞിയായി പിതാവായ ദൈവത്താൽ വാഴിക്കപ്പെടുന്നതുവരെയുമുള്ള രഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുന്ന സമയമാണ് പരിശുദ്ധ ജപമാല. ഈ ജപമാലയിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഉണ്ണീശോയോട് ചേർന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈശോയെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈശോ തന്നെ പറഞ്ഞത്, നമ്മൾ പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായി സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ഈശോയെ പൂർണ്ണമായും അറിയാൻ കഴിയൂ എന്ന്. കാരണം ഈ ലോകത്തിൽ ഈശോയെ മനസ്സിലാക്കിയിരിക്കുന്ന ഏക വ്യക്തി, പൂർണ്ണമായി മനസ്സിലാക്കിയ ഏക വ്യക്തി പരിശുദ്ധ അമ്മ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ആ അമ്മയെ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കാം. ബൈബിളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നുണ്ട്, വയലിൽ നിധി ഒളിച്ചിരിപ്പുണ്ട് എന്ന് അറിയാവുന്ന വ്യക്തി തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ വയൽ സ്വന്തമാക്കുന്നതിനെ പറ്റി. പ്രിയമുള്ളവരെ, നമ്മുടെ വില തീരാത്ത നിധി എന്ന് പറയുന്നത് ആരാണ്? ഈശോ മിശിഹായാണ്. ഈ ഈശോ മിശിഹ ഈ ഭൂമിയിലേക്ക് വന്നത് ആരിലൂടെയാണ്? നമുക്കറിയാം, പരിശുദ്ധ അമ്മയിലൂടെയാണ്. പരിശുദ്ധ അമ്മയാണ് ഈശോ മിശിഹ ഒളിച്ചിരിക്കുന്ന നിധി. അങ്ങനെയെങ്കിൽ എന്ത് വില കൊടുത്തും ഈശോ ഒളിച്ചിരിക്കുന്ന ആ പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈശോയെ നമ്മുടെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ ജപമാല എല്ലാ ദിവസവും കുടുംബങ്ങളിൽ ധ്യാനപൂർവം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ ഈശോയെ മനസ്സിലാക്കും. കാരണം അവിടെ നമ്മളോട് ഈശോയെ പറ്റി പറഞ്ഞു തരുന്നത് ഈശോയുടെ സ്വന്തം അമ്മയാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം,
എനിക്ക് എൻ്റെ ഈശോയെ കൂടുതൽ അറിയണം, എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അവനെ ഈ ലോകത്തിന് കൊടുക്കണം. അതിന് എന്നെ സഹായിക്കാൻ കഴിവുള്ളത് പരിശുദ്ധ അമ്മയാണ്. ആ അമ്മയുടെ കരം പിടിച്ച് ഞാൻ എന്നും ഇനി മുന്നോട്ട് പോകും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു ദിവസം പോലും പരിശുദ്ധ ജപമാല മുടങ്ങില്ല എന്ന് പ്രിയമുള്ളവരെ നമുക്ക് തീരുമാനമെടുക്കാം. വീണ്ടും ഈശോ നമ്മളോട് പറയുകയാണ്, ഈശോയെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ രണ്ടാമതും അതിപ്രധാനവുമായ കാര്യം ഇതാണ്, പരിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം. പ്രിയമുള്ളവരെ, ഒരു കാറ്റത്ത് പറന്നു പോകുന്ന ഗോതമ്പ് അപ്പത്തിൽ ഒരു കൊടുങ്കാറ്റിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ദൈവമാണ് വസിക്കുന്നത് എന്ന സത്യം നമ്മളിൽ എത്ര പേർക്ക് അനുഭവബോധ്യമായി തീർന്നിട്ടുണ്ട്. നമ്മളൊക്കെയും അത്ഭുതങ്ങൾക്ക് പിന്നാലെ പരക്കം പായുകയാണ്. ലൗകികമായ സൗഭാഗ്യങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോൾ നമ്മുടെ ഇടവക ദേവാലയത്തിലെ അൾത്താരയിൽ വൈദികന്റെ കയ്യിൽ ഒരു ബെത്ലഹേം പിറക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? അവിടെ പിറക്കുന്നത് ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരപ്പത്തിൽ ഒരു ദൈവം സംജാതമാകുന്ന അത്ഭുത പ്രവൃത്തിയെ കാണാൻ മാത്രം നമ്മുടെ കണ്ണുകൾ ഇനിയും തുറക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ കഴിഞ്ഞ 25 ദിവസങ്ങൾ നോമ്പും പ്രാശ്ചിത്വവും ഉപവാസവും ഒക്കെ എടുത്തിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം അനുതാപത്തിലേക്ക് നമ്മളെ നയിച്ചു എന്ന് ചിന്തിക്കണം. യഥാർത്ഥ അനുതാപത്തിന്റെ കിരണങ്ങൾ നമ്മളിൽ വീശിയിട്ടുണ്ട് എങ്കിൽ ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന ബലിയിലുള്ളവൻ ക്രിസ്തു തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകൾക്ക് സാധിക്കും. അങ്ങനെയുള്ളവന് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും അവൻ ധൈര്യത്തോടെ മുന്നോട്ട് പോകും. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു എന്ന് പറയുന്നത് 2000 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച് മരിച്ചു പോയവനല്ല, മറിച്ച് ഇന്നും എൻ്റെ ഒപ്പം ഓരോ ദിവസവും എന്നോടൊപ്പം ജനിക്കുകയും ജീവിക്കുകയും എനിക്ക് വേണ്ടി മരിക്കുകയും എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്യുകയും എന്നെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ് എന്ന് അവൻ അറിയാം. പ്രിയമുള്ളവരെ, ഈ ഒരു ബോധ്യത്തിലേക്ക് വളരാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? എങ്കിൽ എൻ്റെ ക്രിസ്മസ് അന്വർത്ഥമായി. ഞാൻ ക്രിസ്തു നൽകുന്ന സമാധാനം സന്തോഷമൊക്കെ സ്വീകരിക്കാൻ പ്രാപ്തരായിത്തീരും. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ ഓർക്കുക, ക്രിസ്തുവിനെ അറിയുന്നവനാണ് ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ സാധിക്കുക. ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അവന്റെ തന്നെ പരിശുദ്ധാത്മാവിനെയും ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നഷ്ടപ്പെട്ടു പോയ പറുദീസായിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പുണ്യങ്ങൾ തിരിച്ചെടുക്കാനും അവസാനം ഈശോ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യജീവൻ സ്വന്തമാക്കാനും നമ്മൾ പ്രാപ്തരായിട്ട് തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ദൈവം നമ്മളോട് പറഞ്ഞതുപോലെ പരിശുദ്ധ ജപമാല മുറുകെ പിടിച്ച് ഈശോയെ കൂടുതൽ അറിഞ്ഞ് പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സജീവ സാന്നിധ്യം മനസ്സിലാക്കി ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലേക്ക് ഓടി വന്ന് അവനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി അവൻ്റെ ശക്തി മനസ്സിലാക്കി അവനോട് ചേർന്ന് ജീവിച്ച് അവൻ ഒരുക്കി തരുന്ന നിത്യജീവൻ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. സീൽ TV-യുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.